ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ഇതിനകത്ത് ഞാൻ കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് നമുക്ക് ഒരു തരിയുണ്ട ഉണ്ടാക്കിയാലോ? തരിവട്ട് എന്നൊക്കെ പറയുന്ന തരിയുണ്ട. ഇത് നമ്മുടെ പഴയ കാലത്തെ ചായക്കടയിലെ കടികളുടെ രാജാവ് തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മളിത് ഒരു ഭരണിയിലിട്ട് കണ്ടാൽ ആ കടയുടെ അവിടെ നിർത്തി വണ്ടി നിർത്തി ഒന്ന് അത് പറഞ്ഞ് മേടിച്ച് കഴിക്കാൻ അത്രയ്ക്കും തോന്നും. അത്രയും ടേസ്റ്റിയാണ്. ഒരു കുമ്മട്ടിക്കടയിലായാലും ഒരു മുറുക്കാൻ കടയിലായാലും പഴയ മിൽമ ഷോപ്പുകളിലൊക്കെ ഈ റവയുണ്ട നമുക്ക് ലഭ്യമായിരുന്നു. അതുമാത്രമല്ല, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിന് ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് പണ്ടൊക്കെ കിട്ടുന്ന റവയുണ്ട ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിക്കുമ്പം എനിക്ക് അതിൻ്റെ ഉള്ളൊരിക്കലും വെന്തതായിട്ട് തോന്നാറില്ല. ഈ റവയുണ്ട എങ്ങനെയാണ് പച്ച കടിക്കാണ്ട് നന്നായിട്ട് വെന്ത പോലെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ ഒരു 400 ഗ്രാമോളം നന്നായിട്ട് വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഒരു 150-200 ഗ്രാമിന് താഴെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക ഉണ്ട്, അതിൽ 3 ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ കറുത്ത എള്ള് ഒരു 1.5 സ്പൂണോളം ഉണ്ട്. പിന്നെ നല്ല ജീരകം 1 സ്പൂണോളം ഉണ്ട്. പിന്നെ ഒരു 4 സ്പൂണോളം നല്ല പാല്. പിന്നെ നമുക്ക് 2 സ്പൂണോളം നെയ്യ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റവയുണ്ട ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം. പിന്നെ ഞാനൊരു കുറച്ച് 5-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ വറുത്ത റവ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആ തേങ്ങാപ്പീരയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരുന്ന എള്ളാണേ, കറുത്ത എള്ള്, അതും ചേർത്ത് കൊടുത്തു. 1 സ്പൂണോളം നല്ല ജീരകവും ചേർത്തു. നന്നായിട്ട് ആ തേങ്ങയുടെ പാലിനോട് നമ്മുടെ ഈ റവയിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത റവയും വറക്കാത്ത റവയും ഉപയോഗിക്കാം. എനിക്കിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ്, പാക്കറ്റ് റവയാണ് കിട്ടിയത്. ഇനി നമ്മളൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് നമ്മൾ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒട്ടും കളറ് മാറാതെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ അതെടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ തരിയുണ്ടയൊക്കെ ആയി കഴിയുമ്പോൾ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്നിച്ച് മിക്സാക്കി നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന തരിയുടെ മിക്സിലേക്ക് ചേർത്താലും നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഈ നെയ്ക്കകത്തുനിന്ന് ഈ അണ്ടിപ്പരിപ്പും മൂത്തത് ഒരു കോരി വെക്കാം. ഇപ്പം 2 സ്പൂൺ നെയ്യ് ഒഴിച്ചപ്പം വേണേൽ 4 സ്പൂൺ ഒഴിക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ മതി. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം കേട്ടോ. ഇതൊക്കെ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റും ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് തന്നെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെ ആ മിക്സ്, തേങ്ങയും ജീരകവും എള്ളും ഒക്കെ ചേർത്ത് ആ മിക്സ് അതിലേക്കിട്ട് നന്നായിട്ട് ആദ്യം നമ്മൾ തീ ഒന്ന് കൂട്ടി വെക്കുക. അത് കഴിയുമ്പോൾ ചട്ടിയൊക്കെ ഒന്ന് റെഡിയായി ചെറുതായിട്ട് നമ്മുടെ റവയിലേക്ക് ഒരു ചൂടൊക്കെ പിടിച്ച് കഴിയുമ്പം 1 മിനിറ്റോളം മതിയേ. അത് കഴിയുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് ചെറു തീയിൽ നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ റവ പച്ച കടിക്കാതിരിക്കാനും മാത്രമുള്ള കണക്കിനത് കുക്കായി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് ക്രിസ്പി ആയി തോന്നിയാലും റവ നമ്മൾ പിന്നീട് ഉരുട്ടി കഴിയുമ്പം പച്ച കടിക്കുന്ന പോലെയും വേവാത്തത് പോലെയൊക്കെ തോന്നും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തീ കുറച്ച് ഈ റവ ഒരു 15 മിനിറ്റ് അതിനേക്കാളും കൂടുതൽ ടൈം ഇങ്ങനെ ഇളക്കി അതിനെ റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മളിനി പ്രത്യേകിച്ച് ഈ റവ കുക്ക് ചെയ്യുന്നില്ല, വേറൊന്നും ചെയ്തിട്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഒരു പകുതി റവ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3 ഏലക്കായുടെ തരി മാത്രം, അതിനുള്ളിൽ അരി മാത്രം പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ ഇത് ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ഇതിങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്താ പറയേണ്ടത്, നമ്മൾ അവലോസ് പൊടിയൊക്കെ ആക്കില്ലേ, അത് കൂട്ടൊരു മണം, ജീരകവും ഒക്കെ കൂടെ ഇങ്ങനെ ചൂടായി തേങ്ങയും തേങ്ങാപ്പീരയൊക്കെ കൂടെ ചൂടായി വരുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു മണമാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നെയ്യുടെയൊക്കെ മണമുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തു കേട്ടോ, അല്ല ഉപ്പ് പൊടി ഇട്ടാലും മതി. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു 200 ഗ്രാമിന് താഴെ 150-ന് അടുത്തൊരു പഞ്ചസാര അതും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ.
ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലും കൂടെ ചേർത്തു. പഞ്ചസാര ഒന്ന് റവയിലേക്ക് മെൽറ്റായി തുടങ്ങിയപ്പം ആ 4 സ്പൂൺ പാലെടുത്ത് വെച്ചിരുന്നു കൂടെ ചേർത്ത് കൊടുത്തു. ആ സമയത്ത് നമ്മൾ കുറേശ്ശെ വെള്ളം, തിളപ്പിച്ച് വെച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പുട്ടുപൊടിയുടെ കണക്കിന് ആ കൺസിസ്റ്റൻസി വന്നാൽ മതി. അതിൽ കൂടുതലായിട്ട് നനഞ്ഞു പോകണ്ട. അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇളക്കി അതിനൊരു വെള്ളമയവും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ഈ പഞ്ചസാര ചൂടായി കഴിയുമ്പം തന്നെ ഓൾറെഡി അതിനൊരു പശയുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒരു ഉപ്പുമാവിൻ്റെ ഭാഗത്തിനായിട്ടുണ്ട്. അതാണ് അതിൻ്റെ കണക്ക്. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ ഉണ്ട ഉരുട്ടണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എടുത്ത് വെച്ച പഞ്ചസാര പാനിയാക്കി ഇതിലേക്ക് ചേർത്താലും നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് വെള്ളം കൂടുതലായി പോയാൽ നമ്മുടെ പഞ്ചസാര പാനി വേസ്റ്റായി പോവുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് മധുരം കിട്ടുകയില്ല. പിന്നെ നമ്മൾ ഈ പാലൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഈ റവയ്ക്ക് നല്ലൊരു മയമാണേ. അത് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുത്തു. എന്നിട്ട് അതിൻ്റെ പൊക്കത്തൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തു. ചൂടോടുകൂടി ഉരുട്ടി കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. നമുക്ക് ആൾക്കാർ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ്. ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ. താങ്ക്